പിന്നീട് തുടക്കത്തിൽ കാണിക്കുന്നത് അനിരുദ്ധിൻ്റെ അടുത്തേക്ക് സൗദാമിനി വരികയാണ്. ആ ഹീരാമണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഹോട്ടലിലേക്ക് സൗദാമിനി വരുന്നുണ്ട് അനിരുദ്ധിനെ അന്വേഷിച്ചിട്ട്. എന്നിട്ട് അനിരുദ്ധിനോട് അവൾ പറയാണ്, എൻ്റെ കൂടെ വായു അനിരുദ്ധ, നിന്നെ കണ്ടിട്ട് എത്ര ദിവസമായി, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് പറയാണ്. അപ്പോൾ അവളാണെങ്കിൽ ഒരാളുടെ ഒപ്പം വന്നിട്ടുണ്ടാവുക. അപ്പം അനിരുദ്ധ അവളോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഈ കണ്ണ് കാണാണ്ട് ഇങ്ങോട്ടൊക്കെ വന്നത് എന്ന് ചോദിക്കുമ്പോൾ അവന് വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറയാണ്, ഞാൻ എന്തായാലും ഇപ്പോൾ വരാൻ പോകുന്നില്ല, ഞാൻ എൻ്റെ ബോന്തേനെ കൊണ്ട് മാത്രമേ വരുള്ളൂ, ഞാൻ അവളുടെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്, അവളെ തിരിച്ച് ഞാൻ കൊണ്ടുവരും എന്ന്. അവൾ ഇവിടെ എവിടെയോ പെട്ട് കിടക്കുകയാണെന്നൊക്കെ അവൻ പറയുന്നുണ്ട്. പിന്നെ അവന് ആ ലെറ്റർ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ബോന്തയുടെ ലെറ്റർ എന്ന് പറഞ്ഞിട്ട് അവന് കിട്ടിയില്ലേ, ഒരു ലെറ്റർ കാനാലിൽ നിന്ന് ഒഴുകി വന്നിട്ട് അതവന് കിട്ടിയില്ലേ, ബോന്തയുടെ കൈപ്പടമൊക്കെ ഉള്ള ആ ലെറ്റർ അവന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയാണ്, ഈ ഒരു അക്ഷരത്തുമ്മ ഈ വിശ്വസിച്ചിട്ട് നീ എങ്ങനെ പറയണം അവൾ ഇവിടെ ഉണ്ട് എന്ന് അവനോട് അവൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയാണ്, എനിക്ക് നല്ല വിശ്വാസമുണ്ട്, എൻ്റെ ബോന്തിതയാണ് ഇത് എഴുതിയതെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്, അവളുടെ ഒരു ലെറ്റർ എനിക്ക് കിട്ടിയതെന്ന് എനിക്ക് ഓർമ്മയില്ലേ, അതുപോലെ തന്നെ ഇത് എൻ്റെ കയ്യിലും വന്നിട്ടുണ്ടാവാന്ന് അവൻ അവളോട് പറയാണ്. പിന്നെ ബോന്തേനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ബോന്തിത സമ്പൂർണ്ണ എന്ന് പറഞ്ഞിട്ടുള്ള ആ കുട്ടീനെ തെരഞ്ഞു നടക്കുന്നുണ്ട്. എന്നിട്ട് അവസാനം അവളൊരു റൂമിൽ പൂട്ടിയിട്ടതായിട്ട് അവൾ കാണുകയാണ്. അപ്പോൾ ആ കുട്ടി പറയാണ്, ഇവിടെ ഉള്ളവരൊന്നും നല്ലതല്ല, നിന്നെയും ചതിക്കുകയാണ് അവരൊക്കെ കൂടിയിട്ട്, അപ്പോൾ എന്നെ ഈ രീതിയിലാക്കിയത് അവരാണ്, എന്നെ കെട്ടിയിട്ടത് അവരാണ്, അവർ ഒരുപാട് ഉപദ്രവിച്ചു ആ താരാബായി എന്ന് പറഞ്ഞിട്ടുള്ള ആളെ ഒരിക്കലും വിശ്വസിക്കരുത് എന്നൊക്കെ ബോന്തയോട് പറയുന്നുണ്ട്. അപ്പോൾ ബോന്തിത ആദ്യം പറയുന്നുണ്ട്, അവർ നല്ലവരല്ലേ എന്ന് പറയുമ്പോൾ എൻ്റെ ഈ ഗതിക്ക് കാരണം അവരാണെന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ബോന്തയോട് എല്ലാ സത്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ കൊണ്ടുവരുന്നതെന്നൊക്കെ ആ കുട്ടി അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നോക്കുമെന്ന് ബോന്തിത പറയാണ് ആ കുട്ടിയോട്, നമുക്ക് രക്ഷപ്പെടാമെന്ന് അവളോട് പറയുന്നുണ്ട്. എന്നിട്ട് ബോന്തിത ഒരു കനലൊക്കെ എടുത്തിട്ട് അവിടെ ആകെ പുക നിറയ്ക്കുന്നുണ്ട്. ആ കോട്ടയിൽ തന്നെ ഫുള്ള് പുക നിറയ്ക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ വിചാരിക്കുകയാണ് എവിടെയൊക്കെയോ തീ പിടിച്ചിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഈ പുകയൊക്കെ വരുന്നതെന്ന് അവിടെ ഉള്ളവരൊക്കെ വിചാരിക്കുന്നുണ്ട്. പിന്നെ ബോന്ത വന്നിട്ട് ആ സമ്പൂർണ്ണ എന്ന് പറഞ്ഞിട്ടുള്ള ആ കുട്ടീനെ രക്ഷിക്കുന്നുണ്ട്. അതിനുശേഷം അനിരുദ്ധിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അനിരുദ്ധ് സൗദാമിനിയോട് അവിടുന്ന് പോകാൻ വേണ്ടി പറയുന്നുണ്ട്. അവന് എന്തായാലും ബോന്തനെ രക്ഷിച്ചിട്ടേ വരുള്ളൂ, അവൾ ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ എൻ്റെ ബോന്തനെ രക്ഷിച്ചിട്ടേ വരുള്ളൂ എന്ന് തന്നെ അവൻ്റെ ഇതിൽ ഉറച്ചു നിൽക്കുകയാണ്. അപ്പം എന്നിട്ട് അവൾ സൗദാമിനീനെ ഒരു വണ്ടിയിൽ പറഞ്ഞ് അയക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം അവൻ ബോന്തിത എന്നൊക്കെ അവിടെ ഉറക്കെ അവളെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ബോന്തേനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അവൾ ആ കോട്ടയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഓടുകയാണ്. അപ്പോൾ ഓടുന്ന വഴിക്ക് അവൾ സൗദാമിനീനെ കാണുന്നുണ്ട്. സൗദാമിനി ഇങ്ങനെ ആ വണ്ടിയിൽ പോയോണ്ടിരിക്കാവും. അപ്പോൾ സൗദാമിനി ദീദി നമ്മൾ ബാക്കിൽ നിന്ന് ഉറക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് സൗദാമിനി തിരിഞ്ഞു നോക്കുമ്പോൾ ബോന്തിതയാവും. അപ്പോൾ അവൾ ഒന്നും അറിയാത്ത പോലെ, അവളെ കാണാത്ത പോലെ സൗദാമിനി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് അവൾ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഞാൻ നിന്നെ ഒരിക്കലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സമ്മതിക്കില്ല, അനിരുദ്ധൻ എൻ്റെയാണ് എന്ന് പറയുന്നുണ്ട് അവൾ. അപ്പോൾ അങ്ങനെ ബോന്തിതേനെ ബാക്കിൽ വന്നിട്ട് അയാളും പിന്നെ ആ കോട്ടയിൽ ആ മറ്റേ സ്ത്രീകളൊക്കെ കൂടിയിട്ട് പിടിക്കുകയാണ്. എന്നിട്ട് പിടിച്ചിട്ട് അവളെ കോട്ടയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് അവളെ റൂമിൽ അടച്ചിടാണ് ആ കോട്ടയിലത്തെ. പിന്നെ അനിരുദ്ധിനെ കാണിക്കുകയാണ്. അപ്പോൾ അനിരുദ്ധ് ഒരു മരത്തടി എടുത്തിട്ട് ആ വാതിൽ കുത്തി പൊളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് കോട്ടയുടെ. എന്നിട്ട് അവന് അതങ്ങനെ തുറക്കുകയാണ്, ആ വാതിൽ തുറക്കുന്നുണ്ട്. എന്നിട്ട് വാതിൽ തുറന്നിട്ട് ഉള്ളിലേക്ക് പോകുമ്പോഴേക്കും അവിടെ എല്ലാവരും കൂടുകയാണ്. അപ്പോൾ അവിടുത്തെ ഭടന്മാരെന്നൊക്കെ പറയില്ലേ, അതായത് ആ കോട്ടയ്ക്ക് കാവലിൽ നിൽക്കുന്നവരൊക്കെ അവനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവനെ അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് ബോന്തിതേനെ അവിടെ നിന്ന് ഉറക്കി വിളിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ അവിടെ ഇരുന്നിട്ട് ബോന്തിതേനെ വിളിച്ചിട്ട് പറയാണ്, ബോന്തിത നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എൻ്റെ കയ്യിലായിരുന്നു ഏറ്റവും വലിയ തെറ്റ്, നിന്നെ പുറത്താക്കിയതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്, അപ്പോൾ നീ എനിക്ക് മാപ്പ് തരില്ലേ, ഒന്ന് പറയും ബോന്തിത, നിന്റെ ബരിസ്ത്ര ബാബുവിന് നീ മാപ്പ് തന്നു എന്ന് നീ ഒന്ന് പറയുന്നു. അനിരുദ്ധ അവിടെ നിന്ന് ഉറക്കെ വിളിച്ചിട്ട് അവിടെ ഇരുന്ന് കരയാണ്. അപ്പോൾ ഇതൊക്കെ ബോന്തിത റൂമിൽ ഇരുന്ന് കേൾക്കുന്നുണ്ട്. റൂമിൽ അവൾ അടച്ചിട്ടൊക്കെയാവും. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് അവൾ അവിടെ ഇരുന്ന് കരയാണ്. പിന്നെ അവന് ബോന്തനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അവിടെ ഉള്ള എല്ലാവരും കൂടിയിട്ട് അവനെ അടിക്കുന്നുണ്ട്, ഓരോ വടി കൊണ്ടൊക്കെ അടിക്കുന്നുണ്ട്. അതിനുശേഷം താരാബായി വന്നിട്ട് അവൻ്റെ വയറ്റിലേക്ക് ഒരു കത്തി എടുത്തിട്ട് കുത്തുകയാണ്. അപ്പോൾ ഇതൊക്കെ ബോന്തിത അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്, അവൻ്റെ ശബ്ദമൊക്കെ കേൾക്കുന്നത്, അടിക്കുന്ന ശബ്ദമൊക്കെ അവൾ റൂമിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ അവൾ കരഞ്ഞിട്ട് ഇങ്ങനെ വാതിലുമ്പോൾ തല്ലുന്നൊക്കെ ഉണ്ട്. പിന്നെ ബോന്ത ഇങ്ങനെ കരഞ്ഞിട്ട് ആ റൂമിലിരിക്കുന്ന സമയത്താവും ആ ഇരട്ടകലത്തെ ഒരു സ്ത്രീ ഉണ്ട്, ഒരു പാവപ്പെട്ട ഒരു പെണ്ണാണത്. അപ്പോൾ ആ പെണ്ണ് റമയ്യ എന്നാണ് പേര്. അപ്പോൾ ആള് വന്നിട്ട് ബോന്തയ്ക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് ഒരു ചുമരുണ്ട്, അപ്പോൾ ആ ചുമരിൽ അത് ഉറപ്പില്ലാത്തതാണ്, എന്തോ ചുണ്ണാമ്പുണ്ടാ അങ്ങനെ എന്തുകൊണ്ടാണ് നിർമ്മിച്ചതാണ്, അപ്പോൾ അത് നീ അടിച്ച് പൊളിച്ചിട്ട് നിനക്ക് പുറത്ത് കടന്നോ എന്ന് പറഞ്ഞിട്ട് ആ റമയ്യ പറഞ്ഞിട്ടുള്ള ആ സ്ത്രീ പറഞ്ഞു കൊടുക്കുമ്പോൾ ബോന്തിത ഒരു കൊട എടുത്തിട്ട് ആ ചുമര അടിച്ച് പൊളിച്ചിട്ട് ഇങ്ങനെ പുറത്തേക്ക് വന്ന് നോക്കുമ്പോഴാവും
ഉണ്ടാവും അനിരുദ്ധിനെ അവിടെ ചോരയിൽ വാർന്നിട്ട് അവനെ അവിടെ കിടക്കുന്നുണ്ടാവും. അതായത് പുറത്ത് കൊടുത്തിട്ട് ഇട്ടിട്ടുണ്ടാവും അവർ. അപ്പോൾ അത് കണ്ടിട്ട് അവൾ ഓളി ഇട്ടിട്ട് പറയുന്നുണ്ട് ആരെങ്കിലും ഒന്ന് രക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവളവിടെ ഓളി ഇടുന്നുണ്ട് അവിടെ നിന്നിട്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് അവിടെ ഉള്ളവർ ഓടി വരുന്നുണ്ട്. എന്നിട്ട് ബോധിതേനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സമ്മതിക്കുന്നില്ല, അവളെ അവിടേക്ക് തന്നെ പിടിച്ചു കൊണ്ടുപോവാണ്. പിന്നെ സൗരഭിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ സൗരഭ് അനിരുദ്ധിനെ രക്ഷിച്ച് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ അനിരുദ്ധിന് ഓർമ്മ വരികയാണ്. അപ്പോൾ ഓർമ്മ വരുമ്പോൾ അവൻ ബോന്തിത എന്ന് തന്നെയാണ് വിളിക്കുന്നത്. എന്നിട്ട് അവന് ഇത് ഇവിടെ എങ്ങനെ എത്തിയെന്ന് ചോദിക്കുമ്പോൾ സൗരഭ് പറയുന്നുണ്ട് നിങ്ങൾ അന്വേഷിച്ച് വന്നിട്ട് ഹീരാമണ്ടി വരെ എത്തി, പിന്നെ അങ്ങനെയാണ് ഞാനാണ് രക്ഷിച്ചതെന്നൊക്കെ അവൻ പറയുന്നുണ്ട്. പിന്നെ അനിരുദ്ധിൻ്റെ വീടാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ എല്ലാവരും ഈ കാര്യം അറിഞ്ഞിട്ടുണ്ട്, അനിരുദ്ധ് കുത്തേറ്റ കാര്യമൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കേട്ടിട്ട് ആകെ വിഷമിക്കുകയാണ്. ത്രിലോചനൊക്കെ കരയുന്നുണ്ട്. നിന്നിട്ട് അനിരുദ്ധിൻ്റെ അച്ഛനും സങ്കടപ്പെട്ടിട്ട് കരയുന്നുണ്ട്. അപ്പോൾ ആ സമയത്താവും അനിരുദ്ധ അങ്ങോട്ട് കോൾ ചെയ്യുന്നത്. അപ്പോൾ ത്രിലോചൻ ചെന്ന് എടുക്കുകയാണ്. അപ്പോൾ ത്രിലോചന അനിരുദ്ധിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷം വരുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ത്രിലോചനോട് അനിരുദ്ധ് പറയാണ് ഞാൻ എന്തായാലും എൻ്റെ ബോന്തേനെ കൊണ്ട് തിരിച്ചു വരുന്ന ചെയ്യും, കാക്ക ഒരിക്കലും സങ്കടപ്പെട്ടൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് കാക്കാനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ത്രിലോചനെ അനിരുദ്ധ് സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നെ കോട്ടയിൽ നിന്ന് കാണിക്കുന്നത്. അപ്പോൾ അവിടെ ആ താരാബായി എന്നുള്ള പറഞ്ഞിട്ടുള്ള ആ സ്ത്രീയെ ബോന്തിതേനെ കൊണ്ട് ചേലങ്ക കെട്ടിച്ചിട്ട് ഡാൻസ് കളിപ്പിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ റസിയ സമ്മതിക്കുന്നില്ല. റസിയ പറയാണ് ഈ കുട്ടിയുടെ കൂടി ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് താരാബായിനെ കൊണ്ട് അവളെ എന്തായാലും ചേലങ്ക കെട്ടിയിട്ട് ഡാൻസ് കളിപ്പിക്കാൻ വേണ്ടിയിട്ട് റസിയ സമ്മതിക്കുന്നില്ല. അപ്പോൾ താരാബായി വന്നിട്ട് റസിയയുടെ കഴുത്തിലൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണ് അയാൾ, അതായത് ആ ഹീരാമണ്ടിക്ക് പോകുന്നതിനെ കൊടുന്നില്ല. അപ്പോൾ അയാൾ വന്നിട്ട് അവരോട് പറയുന്നത് ഒരു സന്ദേശം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വായിക്കുന്നത് ഒരു തുണിയിലൊക്കെ എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ അതിൽ എന്താണെന്ന് വെച്ചാൽ ഒരു അയൽ രാജ്യത്തുള്ള ഒരു രാജാവ് ഇവരുടെ കോട്ടയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ രാജാവിനെ ഇവർ സന്തോഷിപ്പിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ രാജാവ് എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ട് വളരെ ഉയർന്നു നിൽക്കുന്നതാണ് രാജാവ് എന്നൊക്കെ പറയുമ്പോൾ. ഒരുപാട് സ്വർണ്ണാഭരണങ്ങളും അതൊക്കെ ഇവർക്ക് ഓഫർ ചെയ്തിട്ടുണ്ട് അതിൽ. അപ്പോൾ ഇതൊക്കെ അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെ സന്തോഷിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് വലിയ ഓഫറാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇത് കേട്ടിട്ട് അവരെല്ലാവരും സന്തോഷിക്കുന്നുണ്ട്. അതായത് താരാബായി സന്തോഷിക്കുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ആകെ വിഷമിച്ചിട്ട് നിൽക്കുന്നത്. കാരണം അവരല്ലേ ഈ താരാബായിയുടെ നിർദ്ദേശപ്രകാരം വെറുതെ ഒരു പാവകളെ പോയ ആടല്ലേ അവരൊക്കെ എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പക്ഷെ ഇതെല്ലാം അനിരുദ്ധിൻ്റെ സൗരഭിൻ്റെയും കൂടിയിട്ടുള്ള ഒരു പ്ലാനാണ്. ആ കോട്ടയിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടും ബോന്തിതേനെ അവിടെ നിന്ന് രക്ഷിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും അനിരുദ്ധും സൗരഭും തയ്യാറാക്കിയിട്ടുള്ള ഒരു പ്ലാനാവും ഇത്. പിന്നെ അനിരുദ്ധ് സൗരഭിനെ എങ്ങനെയൊക്കെയാണ് അങ്ങോട്ട് പോയിട്ട് പെരുമാറേണ്ടതെന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഡയലോഗ്സൊക്കെ അവന് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അത് തെറ്റിക്കുമ്പോൾ അനിരുദ്ധ് സൗരഭിനെ ചീത്ത പറയുന്നൊക്കെ ഉണ്ട്. പിന്നെ ശബ്ദം തീരെ ശരിയല്ല, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ റിക്വസ്റ്റ് കൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. അപ്പോൾ എല്ലാവരും ശബ്ദത്തിൽ കുറച്ച് അപാകതകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ കാണിക്കുന്നത് ത്രിലോചനയാണ്. അപ്പോൾ ത്രിലോചന ഇങ്ങനെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും സൗദാമിനി അനിരുദ്ധിൻ്റെ അടുത്തൊക്കെ പോയിട്ട് വന്നതല്ലേ, അപ്പോൾ അവളോട് പോയി ചോദിക്കുക അനിരുദ്ധിൻ്റെ വിവരം എന്ന് പറഞ്ഞിട്ട് അവളുടെ വീട്ടിലേക്ക് ത്രിലോചന പോകുന്നുണ്ട്. അപ്പോൾ ത്രിലോചന അങ്ങനെ കടക്കാൻ നിൽക്കുമ്പോഴാവും അവൾ ഓടി വന്നിട്ട് ആ ഫോൺ എടുക്കുന്നത്. അപ്പോൾ ത്രിലോചന നല്ല ഡൗട്ട് അടിക്കുകയാണ്, ഇവൾക്ക് കണ്ണ് കാണില്ലല്ലോ, പിന്നെ എങ്ങനെ ഇവൾ ഇത്ര ഈസി ആയിട്ട് ഓടിയിട്ട് ആ ഫോണൊക്കെ എടുത്ത് സംസാരിക്കുന്നത് എന്ന് ത്രിലോചന നന്നായിട്ട് ഡൗട്ട് അടിക്കുകയാണ്. അപ്പോൾ ത്രിലോചന ഒളിഞ്ഞ് നിന്നിട്ട് അവൾ കാട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ വീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണ് അനിരുദ്ധിൻ്റെ അച്ഛനും വരുന്നത്. പിന്നെ സൗദാമിനിയുടെ അച്ഛനും വരുന്നുണ്ട്. എന്നിട്ട് അനിരുദ്ധിൻ്റെ അച്ഛൻ ഇങ്ങനെ പറയാൻ നിൽക്കുകയാണ്, സൗദാമിനി നിനക്ക് കണ്ണ് കാണില്ല എന്നുള്ളത് നീ മറന്നു പോകുന്നുണ്ടോ, നീ ഇങ്ങനെ ഒരു ബോധമില്ലാണ്ട് പെരുമാറുന്നത് എന്നിങ്ങനെ പറയുമ്പോഴേക്കാവും അനിരുദ്ധിൻ്റെ അച്ഛന് ത്രിലോചന അവിടെ നിൽക്കുന്നത് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ അവർ പെട്ടെന്ന് വിഷയം മാറ്റുന്നുണ്ട്. പിന്നെ റസിയ പറഞ്ഞിട്ടുള്ള സ്ത്രീ ബോധിതോട് പറയുന്നുണ്ട് ഞാൻ വരണ വരെ നീ ഈ പെട്ടിയുടെ ഉള്ളിൽ തന്നെ ഇരിക്കണം, അപ്പോൾ ഞാൻ വന്നല്ലാണ്ട് നീ ഇതിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല എന്ന് അവളോട് പറഞ്ഞിട്ട് അവൾ ആ പെട്ടിയുടെ ഉള്ളിലാക്കിയിട്ട് അടയ്ക്കുന്നുണ്ട്. അവിടുന്ന് രക്ഷിച്ച് കൊണ്ടുപോകാനാണ് ആ സ്ത്രീ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ബോന്തിതി പറയുന്നുണ്ട് എനിക്ക് എൻ്റെ പത്തിബാബുവിൻ്റെ അടുത്തേക്ക് പോകണമെന്ന് പറയുമ്പോൾ റസിയയുടെ വിചാരം അനിരുദ്ധ് മരിച്ചു എന്നാണ്. കാരണം അന്ന് ആ കുത്തേറ്റില്ലേ, എന്നിട്ട് അവർ പുറത്തേക്ക് ഇട്ടില്ലേ, അപ്പോൾ അവൻ മരിച്ചു എന്നാണ് റസിയയുടെ വിചാരം. പക്ഷേ ബോന്ത പറയുന്നുണ്ട് എൻ്റെ പത്തിബാബുവിനെ രക്ഷിക്കാൻ ഇനി വരും എന്നെ ചെയ്യും എന്ന് പറയുമ്പോൾ റസിയ അവളോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എങ്ങനെ ഇത്ര വിശ്വാസത്തിൽ ഇരിക്കാൻ പറ്റുമെന്ന് ബോന്തിത എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയാണ് എനിക്ക് എൻ്റെ ദുർഗാമാല വിശ്വാസമുണ്ട്, ദുർഗാദേവിയിൽ വിശ്വാസമുണ്ട്, അപ്പോൾ അതുകൊണ്ട് എൻ്റെ പത്തിബാബു തിരിച്ചു വരും എന്നെ ചെയ്യുമെന്ന് അവൾ റസിയോട് പറയുന്നുണ്ട്. എന്നിട്ട് ആ പെട്ടിയിലിരിക്കുകയാണ് അവൾ.
പിന്നെ സൗരഭയാണ് രാജാവിൻ്റെ വേഷമൊക്കെ അണിയുന്നത്. എന്നിട്ട് അതിന് ശേഷം അനിരുദ്ധാണ് ഫസ്റ്റ് ആ കോട്ടയിലേക്ക് പോകുന്നത്. എന്നിട്ട് രൂപം മാറിയിട്ട് അവൻ പോവാണ്. എന്നിട്ട് അവരിനൊക്കെ കയ്യിലെടുക്കുന്നുണ്ട്. അതായത് താരാബായിനെ പുകഴ്ത്തുന്നുണ്ട്. നിങ്ങളെ കാണാൻ നല്ല ഭംഗിയാണെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് താരാബായിനെ പുകഴ്ത്തുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ രാജാവിൻ്റെ ഒരു ഭടനാണ്, അപ്പോൾ ഞാനിവിടെയൊക്കെ നല്ലതാണെന്ന് നോക്കാൻ വന്നതാണ്. എൻ്റെ രാജാവിന് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ നല്ലതാണോ നോക്കണമല്ലോ, പിന്നെ ഇവിടെ സുരക്ഷിതമാണെന്ന് നോക്കണം. അപ്പോൾ എനിക്ക് ഇവിടെ മുക്കുമൂലയും ഓരോ മുക്കുമൂലൊക്കെ എനിക്ക് നോക്കണമെന്ന് അവൻ പറയുന്നുണ്ട് അനിരുദ്ധ്. അപ്പോൾ താരാബായി അതിൽ ആ സുരയ്യ രമയ്യ പറഞ്ഞിട്ടുള്ള ആ ഇരട്ടയിലത്തെ ഒരു സ്ത്രീനെ അവൻ്റെ കൂടെ അയക്കുന്നുണ്ട്. അതായത് അവിടെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അയക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ബോന്ദനെ ഒരിക്കലും അവൻ കാണാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ത്രിലോചനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ത്രിലോചന് ആ സൗദാമിനിയുടെ റൂമിൽ നിന്ന് അനിരുദ്ധിന് അന്ന് മയങ്ങാൻ കൊടുത്തിട്ടുള്ള ആ പൊടി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് ത്രിലോചന എല്ലാം മനസ്സിലാവുകയാണ്. അപ്പോൾ ത്രിലോചന് സൗദാമിനിനെ നന്നായിട്ട് ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ നീ എൻ്റെ അനിരുദ്ധിനെ നീ ചതിച്ചതാണല്ലേ, പിന്നെ എൻ്റെ ബോന്ധനൊക്കെ പുറത്താക്കുക കാരണം നീ തന്നെയാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിക്ക് അവളെ ചീത്ത പറയുന്നുണ്ട്. ഒരു ഭാര്യ ഭർത്തൃ ബന്ധമാണ് നീ തകർത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് അവളെ ചീത്ത പറയുന്നുണ്ട്. അതുപോലെ തന്നെ സൗദാമിനിയുടെ അച്ഛനും പിന്നെ അനിരുദ്ധിൻ്റെ അച്ഛനൊക്കെ ത്രിലോചന നന്നായിട്ട് ചീത്ത പറയുന്നുണ്ട്. അനിരുദ്ധിൻ്റെ അച്ഛനോട് പറയുന്നുണ്ട്, നിന്നിൽ നിന്ന് ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു നീക്കം പ്രതീക്ഷിച്ചില്ല ബിനോയ് എന്നൊക്കെ പറഞ്ഞിട്ട് ആളി നന്നായിട്ട് ത്രിലോചന ചീത്ത പറയുന്നുണ്ട്. ത്രിലോചന കരച്ചിലൊക്കെ വരുന്നുണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ ബിനോയ് പറയാണ്, ഞാൻ എൻ്റെ മോനെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്, അവൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ബിനോയ് ത്രിലോചനോട് തർക്കിക്കുന്നുണ്ട്. പിന്നെ റസിയനെ കാണിക്കാണ്. അപ്പോൾ റസിയ ബോധിതേനെ എവിടെ ഒളിപ്പിച്ചേക്കുന്നുള്ള ഹിന്ദി അനിരുദ്ധിന് സംസാരത്തിലൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ് അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അവളിനെ. അപ്പോൾ അങ്ങനെ അവൻ ലാസ്റ്റ് ആ സ്റ്റോർ റൂമിലേക്ക് എത്തുന്നുണ്ട്. എന്നിട്ട് അവനെ വാതിലടച്ചിട്ട് അവിടെ നിന്ന് പറയുന്നുണ്ട്, നിൻ്റെ ബാരിസ്റ്റർ ബാബു വന്നു ബോധിത, നീ എവിടെയെന്ന് അവന് തന്നെ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ ഒക്കെ തെരഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ശബ്ദമൊക്കെ ബോധിത പെട്ടിട്ടുള്ളിൽ നിന്ന് കേട്ടിട്ട് നന്നായിട്ട് സന്തോഷിക്കുന്നുണ്ട്. എൻ്റെ പത്തിബാബുവിനെ രക്ഷിക്കാൻ വേണ്ടി വന്നു എന്ന് അവൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നുണ്ട്. പക്ഷെ ബോന്തിക്ക് ആ പെട്ടിട്ടുള്ളിൽ നിന്നിട്ട് സംശയം വരികയാണെങ്കിൽ ഇപ്പോൾ പത്തിബാബുവിൻ്റെ ശബ്ദത്തിൽ ഇപ്പോൾ വേറെ ആളാണ് അവളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അത് അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അവൾക്ക് തോന്നുകയാണ്. പിന്നെ റസിയ പറഞ്ഞിട്ടില്ല ആ പെട്ടിയുടെ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് അവൾ അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് അനിരുദ്ധ് ആകെ തെരഞ്ഞു നോക്കിയിട്ട് അവളെ കാണാതാവുമ്പോൾ അവനൊരു ഐഡിയ തോന്നുകയാണ്. അവന് അന്ന് ആ രഘുപതി രാഘവരാചാരാം ആ പറഞ്ഞിട്ടുള്ള ആ സോങ് അവിടെ പാടുന്നുണ്ട്. അപ്പോൾ അത് കേട്ടാൽ അവൾ കൂടെ പാടില്ല. അപ്പോൾ അത് കേട്ടിട്ട് ബോധിത ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. അവൾക്ക് മനസ്സിലാവാൻ അത് അനിരുദ്ധ് തന്നെയാണെന്ന്. അപ്പോൾ അങ്ങനെ അനിരുദ്ധ് അവിടുന്ന് പോവാൻ വേണ്ടി നിൽക്കുകയാണ്. അവിടെ കണ്ടില്ലല്ലോ. അപ്പോൾ അവൾ പോവാൻ വേണ്ടി നിൽക്കുമ്പോൾ അവൾ 3 വട്ടം ആ പെട്ടിമ കൊട്ടുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് അനിരുദ്ധിന് ഓർമ്മ വരികയാണ്, അന്ന് അവൾ ആ പ്രശ്നം ഉണ്ടായപ്പോൾ അവളോട് പറഞ്ഞില്ല അവൻ 3 വട്ടം ആ വാതിൽമ കൊട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അവന് ഓർമ്മ വരുന്നുണ്ട്. അപ്പോൾ അവന് മനസ്സിലാവാണ് ബോന്തിത പെട്ടിക്കകത്തുണ്ടെന്ന്. അപ്പോൾ അവനെ പെട്ടി പോയിട്ട് തുറക്കുകയാണ്. അപ്പോൾ ബോന്തിത അതിൻ്റെ ഉള്ളിൽ എണീക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് അവൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. അവൻ നിന്ന് കരയുന്നുണ്ട്. പിന്നെ 2 ആളും കൂടിയിട്ട് അവിടെ നിന്നിട്ട് ആ സോങ് പാടുന്നുണ്ട്. അതായത് രഘുപതി രാഘവ ആ സോങ് പാടുന്നുണ്ട്. പിന്നെ അനിരുദ്ധ ബോന്ധനെ പിടിച്ചു നിന്നിട്ട് തന്നെ അവിടെ നിന്ന് കരയാണ്. അവന് എന്താ സന്തോഷം കൊണ്ട് കണ്ണീരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ബോന്തിതയാണെങ്കിൽ അനിരുദ്ധിനെ നോക്കുന്നുണ്ട്. അവന് കുത്തേറ്റില്ലേ, അപ്പോൾ അതൊക്കെ മാറിയോ എന്നൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അവന് മാറിയെന്ന് കണ്ടപ്പോൾ അവൻ്റെ ചുറ്റും കൈ അടിച്ചിട്ട് ഇങ്ങനെ ഓടുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് അനിരുദ്ധ അവിടെ നിന്ന് കരയാണ്. അതിനുശേഷം അനിരുദ്ധ അവളോട് ചോദിക്കുന്നുണ്ട്, മുട്ടുകുത്തി നിന്നിട്ട് അവളോട് ചോദിക്കുകയാണ്, ബോന്ത നിനക്ക് എങ്ങനെയുണ്ട്, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് അവളോട് ചോദിക്കുന്നുണ്ട്. അവർ ഉപദ്രവിച്ചോ, നിനക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ അവളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ കരഞ്ഞിട്ട് അവനോട് പറയാണ്, പത്തിബാബുവിനൊന്നും പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ മേത്താകെ നോക്കുന്നുണ്ട്. വേദനയൊക്കെ മാറിയോ, മുറിയൊക്കെ ഉണങ്ങിയോ, മരുന്നൊക്കെ തേച്ചില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ നന്നായിട്ട് കരഞ്ഞിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് അനിരുദ്ധ് പറയാണ്, എങ്ങനെ പോന്നി തന്നെ നിനക്ക് ഇപ്പോഴും എൻ്റെ ചിന്ത മാത്രമല്ലേ ഉള്ളൂ, നീ എങ്ങനെ നിനക്ക് ഇത്ര നല്ലതാവാൻ പറ്റണം, ഞാൻ നിന്നെ ഉപദ്രവിച്ചിട്ടല്ലേ ഉള്ളൂ, എന്നോട് ക്ഷമിക്ക് പോന്താന്ന് പറഞ്ഞിട്ട് അവൻ ഒരുപാട് മാപ്പ് അവളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് അവളും അവിടെ നിന്ന് കരയാണ്. അതിനുശേഷം അനിരുദ്ധ് അവളെ ആ പെട്ടിയിൽ തന്നെ ആക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് താരാബായി അങ്ങോട്ട് കയറി വരികയാണ്. എന്നിട്ട് അനിരുദ്ധിൻ്റെ കഴുത്തിൽ കത്തി വെച്ചിട്ട് ചോദിക്കുകയാണ്, നീ ആർക്ക് ചാരപ്പണി ചെയ്യാനാണ് ഇങ്ങോട്ട് വന്നത്, നീ എന്തിനാ ഇവിടെ കലഞ്ഞ് നടക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കഴുത്തിൽ കത്തി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് സൗരഭ് അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട് താരാബായിനോട് ഒരു രാജാവ് എങ്ങനെ പെരുമാറുന്ന അതേ രീതിയിൽ പെരുമാറുന്നുണ്ട്. എന്നിട്ട് അനിരുദ്ധിനെ രക്ഷിക്കുന്നുണ്ട്. എന്നിട്ട് അനിരുദ്ധ് താരാബായിനെ പൊക്കിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ ഈ എപ്പിസോഡ്സ് ഒരുപാട് ലാഗ് ആയതുകൊണ്ട് ഞാൻ ഒരുപാട് സീൻസൊക്കെ കട്ടാക്കിയിട്ടുണ്ട്. അതായത് ഹീരാമണ്ടിയത്തെയാണ്, അതൊന്നും വലിയ കഥ ഉള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് കട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തിട്ട് പറയാം.
ഇനിയുള്ള എപ്പിസോഡ്സൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ എപ്പിസോഡ്സാണ്, അപ്പോൾ ആരും അത് മിസ്സാക്കരുത്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള എപ്പിസോഡ്സ് ലഭിക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.